ആണവ കേന്ദ്രങ്ങൾ മുൻപത്തേക്കാളും ശക്തമായി പുനർനിർമ്മിക്കുമെന്ന് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ. ഇസ്രായേൽ യുഎസ് ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചിരുന്നു. ആറ്റോമിക് എനർജി ഓർഗനൈസേഷനിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണങ്ങളെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയത്. ഫാക്ടറികളും കെട്ടിടങ്ങളും തകർത്തത് തങ്ങൾക്കൊരു വലിയ പ്രശ്നമല്ലെന്നും വീണ്ടും ശക്തമായ രീതിയിൽ അവ പുനർനിർമ്മിക്കുമെന്നാണ് ഇറാൻ വിശദമാക്കിയത്. ആണവ മേഖലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണം. എന്നാൽ ടെഹ്റാൻ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ വീണ്ടും ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നാൽ അവ പുനർനിർമ്മിക്കുമെന്ന് മസൂദ് പെസെഷ്കിയാൻ ഫെബ്രുവരിയിലും പ്രതികരിച്ചിരുന്നു. ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ട ഇസ്രായേൽ യുദ്ധത്തിനിടെ ഇറാന്റെ പ്രമുഖ ശാസ്ത്രജ്ഞനടക്കം കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം വിവിധ മേഖലകളിൽ ഇന്ത്യയുമായുള്ള സഹകരണ നീക്കങ്ങളിൽ മികച്ച പുരോഗതിയെന്ന് വ്യക്തമാക്കി കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി മുന്നോട്ട് വന്നു. വിവാദ പരസ്യവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചതോടെ വ്യാപാര ചർച്ച വഴിമുട്ടിയതിനിടെയാണ് മറ്റു രാജ്യങ്ങളുമായി കൈകോർക്കാൻ കാനഡ ഊർജിത ശ്രമം തുടരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ടില്ലെങ്കിലും മന്ത്രിതല ചർച്ചകൾ നടന്നെന്നും പുരോഗതിയുണ്ടെന്നുമാണ് കാർണി അറിയിച്ചത്. ആഭ്യന്തരമായി കരുത്താർജിക്കുവാനും US മാത്രം ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാനുമാണ് ശ്രമം. ഇതിനാണ് ലോകരാജ്യങ്ങളുമായി പങ്കാളിത്തം ഉറപ്പാക്കുന്നത്. ചൈന, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുമായും സഹകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിവാദ പരസ്യത്തിൽ കാർണി ഖേദപ്രകടനം നടത്തിയെങ്കിലും ട്രംപ് ഇതുവരെ അയഞ്ഞിട്ടില്ല.